ചെക്കനൊരു ഹാനാൻഷ ലുക്കൊക്കെ ഉണ്ട്. എന്താ പറ ഞങ്ങള് എവിടെ പോയടാ ഇതാണല്ലേ നമ്മളെ വ്യൂ. നൈസ് അല്ലേ, അടിപൊളി. കോട ഡീക്ക് നോക്ക്. നമ്മൾ ഡ്രൈവർ ചേട്ടൻ അടിയിൽ നിൽക്കുന്നുണ്ടല്ലേ. ചേട്ടാ നമ്മളെ വ്ളോഗിനൊരു ഹായ് പറഞ്ഞിങ്ങള്. കണ്ണാ പിന്നെ നമ്മളെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി നമ്മൾ പൂണ്ടി ഗുണ കേവ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എടുക്കാൻ. അങ്ങനെ ഈ തിരക്ക് കമ്മിയാണെന്നാണ് ഇവിടെ പറയണത്. നബിദിനായതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാ സ്ഥലവും മാക്സിമം കവർ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ ഡൺ. അപ്പോൾ ഇതാണ് നമ്മളെ എന്താ പറയുക, ഇതാണ് നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഇല്ല. കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഒരു 10 മണിയല്ല, അപ്പോൾ സമയം എത്രയാടാ? 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങും. ഇതവിടെ കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്ത് അവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് നമ്മളെ സി വ്ളോഗ്സിന്റെ ഏട്ടം സ്ലീവ് വ്ളോഗ്സ്. ഒക്കെ എല്ലാവരും ഫ്രഷായതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്.
ഇതാണ് അടുത്ത റൂം. ബാക്കി ഇനി പുറത്ത് കഴിച്ചോളൂ അല്ലേ? എന്നാ ഇറങ്ങല്ലേ, നമുക്ക് ഇറങ്ങല്ലേ? ഹലോ ഇല്ല, എന്റെ ചെറിയ സ്പീക്കറിന്റെ എടുക്കാം. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറണം, ഇറങ്ങണം. രഞ്ജോ, എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് എണ്ണിട്ട്? 108. അങ്ങനെ റൂമിൽ നിന്ന് എല്ലാവരും ഫ്രഷായി ഞങ്ങൾ പുറത്തിറങ്ങി. അനുവോ, നമ്മളാദ്യം എങ്ങോട്ടാ? ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂണ്ടി. അല്ല, ആദ്യം ഫുഡാണോ അതോ പൂണ്ടിയാണോ? ആദ്യം ഹോട്ടൽ, പിന്നെ പൂണ്ടി. അബ്ബാസിന് എന്താണ് പറയാള്? ഫുഡ് കിട്ടണം, വേറെ ഇഡ്ഡലി സംഭവം ഏതെങ്കിലും അല്ലെങ്കിൽ പൂരി മസാല, പാനിപ്പൂരി, ബേപ്പൂരി. എന്തോന്നും പറയാം. എല്ലാവരും അറ്റൻഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ഡ്രൈവർ ഏട്ടൻ, സുനിയേട്ടൻ എന്നാണ് ആളെ പേര്. അതെ, ഇത് നമ്മളിപ്പോൾ കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്റ്റീഫൻ ബാക്കിലാണ്, വ്ളോഗിന് ഓണർ ബാക്കിലാണ്. കാറ്റുണ്ട് അതിൻ്റെ ഇടയിൽ. നമ്മള് ടൗണിലെത്തിയില്ലേ? അതിന്റെ ഇറക്കി ഇറക്കാവോ അപ്പൊ? എന്തായിരുന്നു അങ്ങനെ പല കമന്റ്സ് നമുക്ക് കേൾക്കാം. അത് നമ്മള് മെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ് ഗൈസ്. ആ ശരി കേട്ടോ. അങ്ങനെ സ്റ്റീവ് വ്ളോഗ്സും മോഷി വ്ളോഗ്സും കമ്പൈനായി ചെയ്യുന്ന, കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു നമ്മളിപ്പോ സ്റ്റീഫന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, മൂഞ്ചിക്കല്. അപ്പോൾ എൻ്റെ ആൾക്കാർ കണ്ടമാനുണ്ടല്ലോ അത് കൂടെ. നിങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ നാട്ടിൽ സ്ഥലം മാറി വന്നതാ? അങ്ങനെ ഞങ്ങള് വിശപ്പിന്റെ വിളികൾ കാത്ത് ഒരാള് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. വേണ്ടി ഞങ്ങള് അബ്ബാസ് കൈ വെക്കോ, കൈ വെക്കോ അബ്ബാസ്. അവന്റെ ആ ഒരു കരച്ചില് നമുക്ക് കേൾക്കാം, പക്ഷെ എന്താ ചെയ്യാ, ഭയങ്കര നല്ലൊരു ഓട്ടോ തപ്പി ഇറക്കാണ്. പിന്നെ ഞങ്ങൾക്ക് അലർ ചില്ലറ ഷോപ്പിംഗ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് പൂണ്ടി കുമ്പാറ, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അങ്ങനെ ഞങ്ങള് അവസാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പാസ് കരഞ്ഞ് പറഞ്ഞ് അപേക്ഷ തന്നതിന്റെ ഒരു പരിണിത ഫലമായി ചെക്കനാകെ തളർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ആകെ ഗ്ലൂക്കോസ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മള്
യാ 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 അത് ഇതിപ്പോ ബ്ലോക്കായി. ഇത് ബ്ലോക്കല്ലേ, ബ്ലോക്കായി. അപ്പൊ ഞാൻ ക്യാമറ പിടിച്ചു പോവല്ലേ, ഇതെല്ലാം എന്നെ കൊണ്ടോണ്ട്. ഞാൻ കണ്ണട വെച്ച് കഴിഞ്ഞാൽ കണ്ണാണ് എനിക്കറിയില്ലേ. വെറുതെ എനിക്ക് ഡിമ്മെന്ന് പേരാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ പേരും തിരക്കാണ്. അടുത്തത് നമ്മള് ഹോട്ടൽ മഹാരാജാസ് ഉണ്ട്, ഹോട്ടൽ ഏതൻ പാരഡൈസ് ഉണ്ട്. ഭയങ്കര അങ്ങോട്ട് മാറിക്ക വണ്ടി തന്നെ ഗ്യാസ് കയറിയുണ്ട്. നമ്മൾ ഹോട്ടൽ മഹാരാജാസ് അവിടെ നല്ല തിരക്കാണ് പറഞ്ഞാ, അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ഫുഡില്ലെങ്കിൽ നമ്മൾ ബസ് വരുന്ന അല്ലയോ നമ്മളെ ചെക്കൻ്റെ മുഖത്തുള്ള സന്തോഷം നോക്കിയ ബസ് ഹാപ്പി ആയില്ലപ്പോ. ഭക്ഷണം കൂടി ഹോട്ടല് കണ്ടതിന്റെ സന്തോഷമാണ്. ചെക്കനൊരു ഹാനാൻഷാ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത മോഡൽ അങ്ങനെ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൂർ പറഞ്ഞു പോയ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ചെക്കൻ ഹാനാൻഷായി മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഭൂരി ഉണ്ട്, സാമ്പാർ, ചട്നി. ഇത് തന്നെ സാധനം ബാജി ചായ ബാജി. അങ്ങനെ വീണ്ടും പണി കിട്ടി. അടുത്തൊരു പണിയുമായി. വണ്ടിയുടെ എന്ത് പൊട്ടിന്ന് പറഞ്ഞ്? ഡൈനാമോന്റെ ബെൽറ്റ് പൊട്ടി. ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രഞ്ജു നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അല്ലേ? കുറച്ച് വൈകി പണി. നമ്മളിപ്പോൾ പോകുന്നത് താഴത്തെ കാണുന്ന വില്ലേജിലേക്കാണ്. ഒരുപാട് നല്ല രസമായ കുറേ കാഴ്ചകളുണ്ട് അവിടെ. ഒരു അമ്പലമൊക്കെ ഉണ്ട്. പൂമ്പാറ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയതിനു ശേഷം 2-3 മണിക്കൂറോളം അവിടെ പോയി. അപ്പോൾ ഈ പൂണ്ടിയും മന്നവന്നൂരൊന്നും പോകാനുള്ളൊരു സമയം കിട്ടിയെങ്കിൽ അപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഫുഡ് ഉണ്ടാക്കാണ്ട്. അൽഫാം എല്ലാവരും ഉണ്ട്. സ്പെഷ്യലാണല്ലേ? കൊടൈക്കനാൽ തനത് ശൈലിയിൽ അൽഫാമാണല്ലേ? വ്ളോഗാണ്. നമ്മുടെ അൽഫാമിൻ്റെ അധ്യക്ഷനാണ് പോണത്, രഞ്ജിത്ത്. അൽഫാം ഉണ്ടാക്കുന്നത് നമ്മളുടെ 80s ഹീറോസാണ്. ഇത് 80s നമ്മൾ സീനിയർ മെമ്പറാണ് അജീഷ് KP, 38 വയസ്സ്. ഇത് ഷിഞ്ചു ആണ്. എന്താണ് പറയാനുള്ളത് ഷിഞ്ചു? അൽഫാം ഇത് ഗ്രില്ല് ചെയ്ത് വെക്കുന്നത് ആരുടെ ഒരു തലവന്നുണ്ടായതാണ്? അൽഫാം നമ്മളെ ഉണ്ടാക്കി നമ്മളത് പെപ്പർ അൽഫാം ആയിട്ടാണ് നമ്മളത് ലാസ്റ്റ് റിസൾട്ട് വരുന്നത്. പെപ്പർ അൽഫാം അല്ലേ? നമ്മളെ
വിഘ്നേഷൻ എന്താ പറയുള്ളത്? ഇത് പരമ്പരാഗതമായ ശൈലി, കേരളത്തിലെ തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന അൽഫാമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് മാത്രം. അപ്പൊ ഇതില് മറ്റു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ശുദ്ധമായ മസാലകളും ശുദ്ധമായ വെളിച്ചെണ്ണ. ശുദ്ധമായ മസാല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ ശുദ്ധമായ മസാലകൾ? ശുദ്ധമായ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമീണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അൽഫാം പോലെയല്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മസാലക്കൂട്ടുകളാണ് ഇതിലെ. ഇതാരാണ് ഈ മസാലക്കൂട്ടുകളുടെ ഒരു ഉപദേഷ്ടാവ്? അത് മിസ്റ്റർ വരുൺ ദാസ്. വരുൺ ദാസ് ആണ് ഇതിന്റെ അല്ലേ? നമുക്ക് വരുൺ ദാസ് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ആ വരുൺ ദാസിനോട് ചോദിച്ചാൽ. ഓക്കെ. വരുൺ ദാസ് ഇവിടെ കിച്ചണിലാണ്. വരുൺ ദാസ്, മസാലയെ പറ്റിയിട്ട് 2 വർത്താനം എന്തെങ്കിലും. മസാല കഴിക്കാൻ ചിക്കൻ നമ്മള് 2 ശരിയാണ്. മൂന്നെണ്ണായി. ഇതിപ്പോ നമ്മൾ എന്തിനാ ഓൾറെഡി തേച്ച് വെച്ചത്? നമ്മള് ഇടിച്ച് പരത്താത്തോണ്ട് നല്ല കട്ടിണ്ട്, അപ്പൊ വേവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മസാല ഒന്ന് കീറി കൊടുത്തിട്ട് തേക്കണം. ഓക്കെ. ഇത് എന്ത് തരം കോഴിയാണ് ചിഞ്ചു? കാട്ടുകോഴിയാണോ അതോ നാട്ടുകോഴിയാണോ? കാട്ടുകോഴിയാണല്ലേ. അതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. കാട്ടുന്ന് വലയിട്ട് പിടിച്ചാണോ? കാട്ടിലെ മയിലിനെ വലയാട്ടി പിടിച്ച് തേനും അജീഷ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാ. ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ നമ്മളെ മുതലാളിനോട് ചോദിക്കാം. അതുപോലെ 112 സ്റ്റെപ്പ്, അതായത് നമ്മള് റോട്ടിൽ നിന്ന് നമ്മള് റിസോർട്ടിൽ കയറാൻ 112 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ അത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. എണ്ണാനുണ്ട്, പക്ഷെ അത് അതെന്താ അത്ര എണ്ണ അറിയൂ? റൂം ചെക്കൗട്ട് ചെയ്യുമ്പോ തിരിച്ചിറങ്ങുമ്പോ എണ്ണ എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല. അപ്പൊ എണ്ണി തന്നെ വീണ്ടും എണ്ണിയാലോ? ഇല്ല എണ്ണൂല. ഇല്ല. അപ്പോൾ വേറെ വഴിയാണ് ഇറങ്ങുന്നത്. വേറെ വഴിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇത് 3 നിലയായിട്ടാണ് റിസോർട്ട് ഉള്ളത്. ഏറ്റവും ടോപ്പില് സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഫുൾ AC ആണ്. ഇത് നല്ല AC ആണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെറ്റപ്പാണ്. ഇതിനൊരു 30-35,000 രൂപ വരും. അത് ബുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ആ പ്രീമിയം സെറ്റപ്പ് എടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും കൊടൈക്കനാൽ വരികയാണെങ്കിൽ ഈ വഴി എന്തായാലും വരരുത്. അത്രത്തോളം തണുപ്പുണ്ടെന്ന് കാണിച്ചു തരുന്നൊരു കാഴ്ചകളാണിത്. മറ്റേ സോക്സിൽ തിലകൻ്റെ ഒരു അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. കാരണം അത്രത്തോളം തണുപ്പാണ് നമുക്കിവിടെ. -30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് കാണുന്നത്.